അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ഒരു റമളാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത് എന്ന് നമുക്കറിയാം. ബദർ യുദ്ധം സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. ബദർ യുദ്ധത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൻ്റെ 41-ാമത്തെ സൂക്തത്തിൽ പറയുന്നത് യൗമുൽ ഫുർഖാൻ എന്നാണ്. സത്യവും അസത്യവും തമ്മിൽ വേർതിരിഞ്ഞ ദിവസമാണ് ബദർ യുദ്ധം നടന്ന ദിവസം. ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. സത്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന വിശ്വാസമാണ്. ഏകനായ അള്ളാഹുവിനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഏക ഇലാഹി വിശ്വാസമാണ് സത്യം. അതേസമയം മറുപക്ഷത്ത് അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള ബഹുദൈവ വിശ്വാസികൾ, അവരാണ് അസത്യത്തിൻ്റെ വക്താക്കൾ. അവർക്ക് ധാരാളം ദൈവങ്ങളുണ്ട്, ധാരാളം ദൈവങ്ങൾ അവർ ആരാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബദർ യുദ്ധത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാത്തില വലൗ കരിഹൽ മുജ്രിമൂൻ. സൂറത്തുൽ അൻഫാലിൻ്റെ 8-ാം സൂക്തം. ഹക്കിനെ ഹക്കായി സ്ഥിരപ്പെടുത്താൻ, സത്യത്തെ സത്യമായി സ്ഥാപിക്കുവാനും ബാത്തിലിനെ, നിരർത്ഥകമായ വിശ്വാസങ്ങളെ അത് നിരർത്ഥകമായി സ്ഥാപിക്കാനും വേണ്ടിയാണ് ബദർ എന്ന പോരാട്ടം ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പോരാട്ട ഭൂമിയിലേക്ക് ഇരു ടീമും കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഒരു പ്രാർത്ഥന ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഐനമാ വഅത്തനി, അല്ലാഹുമ്മ അൻജിസ്നി മാ വഅത്തനി, അല്ലാഹുമ്മ ആതി മാ വഅത്തനി. അല്ലാഹുവേ, നീ എന്നോട് കരാർ ചെയ്തതിനെ നീ നൽകണേ അല്ലാഹ്, നീ എന്നോട് നൽകിയ ഉടമ്പടി പാലിക്കണേ അല്ലാഹ്. ഇങ്ങനെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. ശേഷം നബി തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബ മിൻ അഹ്ലിൽ ഇസ്ലാം ഫലാ തുഅബദ ഫിൽ അർളി അബദ. അല്ലാഹുവേ, ഈ ചെറു മുസ്ലിം സംഘത്തെ എങ്ങാനും ഈ ബദറിൽ വെച്ച് പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കുന്ന മുസ്ലിംകൾ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തുകൊണ്ടാണ് രണഭൂമിയിലേക്ക് പോകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അതേസമയം അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ വരുന്ന സൈന്യവും ഇതേ രൂപത്തിൽ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദറക്കിൽ സ്വഹീഹായ ഒരു ഹദീസായി കൊണ്ടുവരുന്നുണ്ട്. അബൂജഹൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ അയ്യുനാ കാന അഖ്തഅ ലിർറഹ്മി വഅതാനാ ബിമാ ലാ നഅരിഫ് ഫഅഹിൻഹി അൽ ഗദാത്ത്. ഇതാണ് അബൂജഹൽ നടത്തുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, അയ്യുനാ കാന അഖ്തഅ ലിർറഹിം, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചു കളഞ്ഞത്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വിശ്വാസങ്ങളുമായി കടന്നു വന്നത്, അവരെ നാളെ പരാജയപ്പെടുത്തണമേ എന്നാണ് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. അബൂജഹലിൻ്റെ പ്രാർത്ഥന ഈ സമൂഹത്തിൽ ഛിദ്രത, കുടുംബത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നു, അതേപോലെ തന്നെ അപരിചിതമായ ചില വിശ്വാസങ്ങളുമായി കടന്നു വരുന്നു എന്ന ആരോപണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ അബൂജഹൽ പ്രാർത്ഥനയിൽ ഉന്നയിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? ബദർ യുദ്ധം മുസ്ലിങ്ങൾ വിജയിച്ചു. ആ വിജയത്തെക്കുറിച്ചും അബൂജഹലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹു. നിങ്ങൾ വിജയമാണോ ആഗ്രഹിച്ചത്? വിജയം വന്നു കഴിഞ്ഞു. ആരാണോ കുടുംബങ്ങൾ ഛിദ്രതയുണ്ടാക്കിയത്, ആരാണോ അപരിചിതമായ പുതിയ വിശ്വാസം കൊണ്ടുവന്നത്, അവർ പരാജയപ്പെട്ടു. വിജയം യഥാർത്ഥ കക്ഷികൾക്ക് ലഭിച്ചു കഴിഞ്ഞു. വഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും. ഈ പണി നിർത്തിവെക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഗുണം എന്ന് അബൂജഹലിനെതിരെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്. അപ്പോൾ ഈ രണ്ട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രാർത്ഥന അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അബൂജഹൽ നടത്തിയ പ്രാർത്ഥന അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. സ്വാഭാവികമായും
സംശയമുണ്ടാകും. ഈ രണ്ടു പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണോ? രണ്ടുപേരും അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിക്കുന്നവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇരു കൂട്ടരും തമ്മിൽ ഒരു സംഘട്ടനമുണ്ടാകുന്നത്? പിന്നെന്തിനാണ് ഇരുപക്ഷവും തമ്മിൽ ഒരു പോരാട്ടമുണ്ടാകുന്നത്? എന്തിനാണ് ബദർ രൂപപ്പെടേണ്ടി വന്നത്? സ്വാഭാവികമായും സംശയമുണ്ടാകും. ഇവിടെ യഥാർത്ഥത്തിൽ അബൂജഹൽ യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വസിച്ചവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഖാലിഖായ റാസിഖായ ഏക ഇലാഹിൽ വിശ്വസിക്കുന്ന ആൾ അല്ല അബൂജഹൽ. അബൂജഹലിൻ്റെ വിശ്വാസം, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം നൂറുകണക്കായ ദൈവങ്ങളിലാണ്. ഒരുപാട് ദൈവങ്ങൾ അടങ്ങുന്ന ഒരു സഭയിലാണ് അവർ വിശ്വസിക്കുന്നത്. അവരിൽ ഏറ്റവും വലിയ ദൈവത്തെ അവർ അള്ളാഹു എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. മറ്റു ഒരുപാട് കുട്ടി ദൈവങ്ങളെയും അവരാരാധിക്കുന്നുണ്ട്. ഈ ദൈവങ്ങളെ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ബഹുദൈവ വിശ്വാസികളാണ് അബൂജഹലും അനുയായികളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദൈവ വിശ്വാസമാണ് ലോകത്ത് പ്രചരിപ്പിച്ചത്. അപ്പോൾ രണ്ടുപേരുടെയും അള്ളാഹു എന്ന പ്രയോഗം രണ്ടർത്ഥത്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നബിത്തങ്ങൾ കൊണ്ടുവരുന്ന ഏക ഇലാഹ് ഹക്കാണ്. അബൂജഹൽ അവതരിപ്പിച്ച അള്ളാഹു ദൈവിക സഭയിലെ ലീഡറാണ്, അത് ബാത്തിലാണ്. ഇതാണ് ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാത്തില എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്. ഞാനിത് പറയാനുള്ള കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ലോക മുസ്ലിമീങ്ങളെ ശിർക്കിൻ്റെ കൂടാരത്തിലേക്ക് വലിച്ചിഴക്കാനുള്ള ഒരു ശ്രമം ഈ ഒരു പ്രഭാഷകൻ നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ആ ദുആഉമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ആ ഹദീസിൽ തന്നെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ദുരുപയോഗം ചെയ്യുകയാണ്. അദ്ദേഹം ആ ഹദീസിൽ ഫമാ സാല യസ്തഗീസു റബ്ബഹു വയദുഉഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രക്ഷിതാവായ റബ്ബിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു എന്ന പ്രയോഗം അദ്ദേഹം ഉദ്ധരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വകയായി അദ്ദേഹം അത് വ്യാഖ്യാനിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടിയിട്ടുള്ളൂ, മറ്റൊരു സൃഷ്ടിയോടും സഹായം തേടിയിട്ടില്ല എന്നൊരു വാദം അദ്ദേഹം ഉദ്ധരിക്കുന്നു. അത് തികച്ചും തെറ്റാണ്. മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത വാദമാണ്. ഈ തെറ്റായ വാദം അദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. ബദരീങ്ങൾ ഇസ്തിഗാസ നടത്തിയത്, ബദറിലെ ശുഹദാക്കളും അല്ലാത്തവരുമൊക്കെ ഇസ്തിഗാസ നടത്തിയത് അള്ളാഹുവിനോടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ നടത്തിയത് അള്ളാഹുവിനോട് മാത്രമാണ്. അവിടെ മധ്യവർത്തികളില്ല, ഇടയാളന്മാരില്ല. അങ്ങനെയാണ് അവർ ഷഹീദുകളായത്, അങ്ങനെയാണ് അവർ ബദരീങ്ങളായത്. എന്നിരിക്കെ ആ ബദരീങ്ങളോട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എത്രമാത്രം മോശമാണ്, എത്രമാത്രം ലജ്ജാവഹമാണ്. അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ബദരീങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? ചിന്തിക്കുക, അവരെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, മധ്യവർത്തികൾ പാടില്ല, വലിയകളെ അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അവരെ ഇടയാളന്മാരാക്കരുത്, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്, അതൊക്കെ ശിർക്കാണ് എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിലും അത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലുമാണ് ബദർ യുദ്ധമുണ്ടായത്. അവരിൽ പലരും ഷഹീദുകളായത്, അവർ ബദരീങ്ങളായി തീർന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടിയിട്ടുള്ളൂ എന്നും ബദരീങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടിയിട്ടുള്ളൂ എന്നും മറ്റൊരാളോടും സഹായം തേടിയിട്ടില്ല എന്നുമുള്ള ഒരു തെറ്റായ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവർ കെട്ടിവെക്കുകയാണ്. അള്ളാഹുവിനോട് സഹായം തേടി എന്ന വാദം മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു അഭംഗിയുമില്ല. അള്ളാഹുവിനോട് സഹായം തേടാം, അതിൽ ഒരാൾക്കും തർക്കമില്ല. അള്ളാഹു നമ്മെ സഹായിക്കുന്നവനാണ്, അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കാം, അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മെ എപ്പോഴും സഹായിക്കുന്നവനാണ്. നമ്മൾ സഹായം ചോദിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം ചെയ്യുന്നവനാണ്. ഇതിൽ ഏത് മുസ്ലിമിനാ തർക്കമുള്ളത്? ഒരാൾക്കും തർക്കമില്ല. അതേസമയം അള്ളാഹു അല്ലാത്ത സഹായിക്കാൻ വേണ്ടി മാധ്യമങ്ങളായി അള്ളാഹു നിശ്ചയിച്ച അവൻ്റെ അടിമകൾ, സാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, അവരോട് സഹായം ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ, ഈ വിഷയത്തിലാണ് തർക്കമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും മൺമറഞ്ഞുപോയ പരിശുദ്ധാത്മാക്കളോട് സഹായം തേടിയിട്ടുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടാൻ വേണ്ടി നമ്മോട് തന്നെയും പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൻ നിസാഇൻ്റെ 63-ാം സൂക്തം ഇങ്ങനെ വായിക്കാം: വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ.
പരിശുദ്ധ ഖുർആൻ പറയാണ്, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക, അവർ തെറ്റു ചെയ്ത് പാപം ചെയ്ത് സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്ത് നബിയെ തങ്ങളെ സമീപത്തേക്ക് വന്നാൽ, എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ, അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ, ഫസ്തഗ്ഫിറുല്ലാഹ, അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലുള്ളാഹി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു അവരുടെ തൗബയൊക്കെ സ്വീകരിക്കുന്നവനായി അവരോട് കാരുണ്യം ചെയ്യുന്നവനായി അള്ളാഹുവിനെ നിങ്ങൾക്ക് എത്തിക്കാം എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കൃത്യമായി ഏത് തെറ്റു ചെയ്ത ആളുകളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കാനാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനെ നേരിട്ട് സമീപിക്കുക എന്നല്ല ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. തങ്ങളെ സമീപിക്കണം, എന്നിട്ട് തങ്ങളെ മുമ്പിൽ വെച്ച് സങ്കടം പറയണം, തങ്ങൾ നിങ്ങളെ സഹായിക്കണം, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മാത്രമല്ല, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തേക്ക് മാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മാർഗദർശനമാണ്. വിശുദ്ധ ഖുർആൻ സംവദിക്കുന്നത് അന്ത്യനാൾ വരെയുള്ള ജനങ്ങളോടാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടതുപോലെ തിരുനബിയുടെ സവിധത്തിൽ വന്ന് അവിടുത്തെ സഹായം അഭ്യർത്ഥിക്കുന്നത് അന്ത്യനാൾ വരെയുള്ള ജനങ്ങളോടുള്ള ഒരു കൽപ്പനയാണ്. ഇതിന് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വൽ ആയത്തു വഇൻ വറദത് ഫി അഖ്വാമിൻ മുഅയ്യനീന, ഈ ആയത്ത് അവതരിച്ചത് ഒരു പ്രത്യേക സമൂഹത്തെ, ഒരു ടീമിനെ കുറിച്ച് അവതരിച്ചതാണെങ്കിൽ തന്നെയും, ഫി ഹാലത്തിൽ ഹയാത്തി, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്ത് ഒരു പ്രത്യേക ടീമിന് വേണ്ടി അവതരിച്ചതാണെങ്കിൽ തന്നെയും, ഫതഉമ്മു ബിഉമൂമിൽ ഇല്ലത്തി കുല്ലമൻ വുജിദ ഫീഹി ദാലിക്കൽ വസ്ഫു ഫിൽ ഹയാത്തി വബഅദൽ മൗത്ത്, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിനു ശേഷവും ആർക്കെല്ലാം ഈ പറഞ്ഞ വിശേഷണമുണ്ടോ, പാപം ചെയ്തവർ, അക്രമം ചെയ്തവർ എന്ന് ആരൊക്കെ പറയാൻ പറ്റുമോ അവർക്കെല്ലാം ഈ ആയത്ത് ബാധകമാണ്. അവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കണം, അവർക്കെല്ലാം റസൂലുള്ളാഹിയുടെ സഹായം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹു അവർക്ക് തൗബ സ്വീകരിക്കും എന്നാണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി മാത്രമല്ല, നിങ്ങൾ നോക്കൂ, അബൂജഹലിൻ്റെ തെറ്റായ വിശ്വാസത്തിനെ ഇയാൾ ലളിതവൽക്കരിക്കുകയാണ്. അവൻ അള്ളാഹുവിനെ വിശ്വസിച്ചതിന് പുറമെ മധ്യവർത്തികളെ സ്വീകരിച്ചു എന്നത് മാത്രമാണ് അബൂജഹലിൻ്റെ തെറ്റ് എന്നാണ് ഈ മൗലവി പറയുന്നത്. അപ്പോൾ മൗലവിയുടെ ഭാഷയിൽ അബൂജഹൽ അള്ളാഹുവിൽ വിശ്വസിച്ചയാളാണ്. മറിച്ച് അബൂജഹലിന് പറ്റിയ അബദ്ധം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഇടയാളന്മാരെ വെച്ചു, മധ്യവർത്തികളോട് സഹായം തേടി. ഇത് മാത്രമാണ് അബൂജഹലിന് പറ്റിയ അബദ്ധം എന്ന് ഇദ്ദേഹം പറയുന്നതെന്ന് കേൾക്കൂ. അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അവിടെയുള്ള മറ്റു മുശ്രിക്കുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതേസമയത്ത് അവർ മഹാന്മാരെ മധ്യവർത്തികളായി സ്വീകരിച്ചിരുന്നു, ശുപാർശക്കാരായി സ്വീകരിച്ചിരുന്നു. അവരോട് പ്രാർത്ഥിച്ചും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ സാമീപ്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയായിരുന്നു അവർ ഈ മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചതും അവർക്ക് നേർച്ചയാക്കിയതും. നോക്കൂ നിങ്ങൾ, എത്ര വലിയ വിഡ്ഢിത്തരമാണ് അയാൾ പറയുന്നത്. അബൂജഹലിന് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നും അബൂജഹൽ അള്ളാഹുവിൻ്റെ ഇടയിൽ മധ്യവർത്തികളെ, ഇടയാളന്മാരെ ആക്കിയതാണ് അവർക്ക് പറ്റിയ അബദ്ധമെന്നുമൊക്കെ പറയുന്നത് വലിയ ഭീമ അബദ്ധമാണ്. യഥാർത്ഥത്തിൽ അബൂജഹലിന് അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏക ഇലാഹിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. അബൂജഹൽ വിശ്വസിച്ചത് ഒരു ദൈവിക സഭയിലാണ്. ആ ദൈവിക സഭയിലെ ലീഡറെയാണ് അയാൾ അള്ളാഹു എന്ന് വിളിച്ചത്. അത് മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള അള്ളാഹുവല്ല, ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവല്ല, നമുക്ക് അന്നം തരുന്ന ആകാശഭൂമികളെ പടച്ച അള്ളാഹുവല്ല, മറിച്ച് അള്ളാഹു എന്ന പേര് പറഞ്ഞു എന്നതുകൊണ്ട് യഥാർത്ഥ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്തുർ റഅദിൻ്റെ 5-ാം സൂക്തം അള്ളാഹു പറയുന്നു, വഇൻ തഅജബ് ഫഅജബുൻ ഖൗലുഹും അഇദാ കുന്നാ തുറാബൻ അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞതാണ്, ഞങ്ങൾ മരിച്ചു മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ, മണ്ണായി കഴിഞ്ഞാൽ പിന്നീടൊരു പുനർജീവിതമോ അതുണ്ടാവുകയില്ല എന്നാണ് അവർ വിശ്വസിച്ചത്. അത് വലിയ അത്ഭുതമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ കാരണം, ഇല്ലായ്മയിൽ നിന്ന് അവരെ ഉണ്ടാക്കിയ റബ്ബിന്
ഉള്ള ആ അവശിഷ്ടങ്ങളിൽ നിന്ന് പുനർജീവിപ്പിക്കുക എന്നത് പ്രയാസമല്ല എന്ന് ഏത് ബുദ്ധിയുള്ളവർക്കും ബോധ്യപ്പെടും. പക്ഷേ അതിനവർ നിഷേധിക്കുന്നു. ആ നിഷേധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ശത്രുക്കളും തമ്മിൽ, മക്ക മുശ്രിക്കുകളും തമ്മിൽ ഈ തർക്കങ്ങളുണ്ടാക്കിയത്. ആ ഒരു ആശയമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. ആ ഒരു ആദർശം നബിത്തങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണ് നബിത്തങ്ങൾ ഭ്രാന്തനാണ് എന്ന് അവർ റസൂലുള്ളാഹിയെ വിളിച്ചത്. മരണാനന്തരമുള്ള പുനർജീവിതം ഉണ്ടെന്ന വിശ്വാസം നബിത്തങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴാണ് അബൂജഹിലടക്കമുള്ള, അബൂ ലഹബടക്കമുള്ള മക്കയിലെ പ്രമുഖർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുവായി മാറുന്നത്. അള്ളാഹു പറയുകയാണ്, ഉലായിക്കല്ലദീന കഫറൂ ബിറബ്ബിഹിം, അവരവരെ രക്ഷിതാവിനെ വിശ്വസിച്ചിട്ട് തന്നെ ഇല്ല, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, അവർ സത്യനിഷേധികളാണ്. ഉലായിക്കൽ അഗ്ലാലു ഫീ അഅനാഖിഹിം, അവരുടെ പെരടികളിൽ ചങ്ങലകൾ ഉണ്ടാകും. മാത്രമല്ല ഉലായിക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാണ്, അവർക്ക് നരകമാണുള്ളത്. നരകമുണ്ടെന്ന് മാത്രമല്ല, ഹും ഫിഹ ഖാലിദൂൻ, ആ നരകത്തിൽ നിന്ന് പിന്നീട് അവർക്കൊരു മോചനം ഉണ്ടാവുകയില്ല, ശാശ്വതകാലം അവർക്ക് നരകമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയുന്നു അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലെന്ന്. അതേസമയത്ത് മൗലവി പറയുന്നു അവർ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്, ഇടയാളവരാക്കി എന്നുള്ളത് മാത്രമാണ് ഇവരുടെ തെറ്റ് എന്നാണ് മൗലവി പറയുന്നത്. ഇനി മഹാന്മാരോട് സഹായാഭ്യർത്ഥന നടത്തുന്നതിനെ വിമർശിക്കാൻ വേണ്ടി ഈ മൗലവി ഓതുന്ന ഒരായത്ത് നിങ്ങൾക്ക് കേൾക്കാം. ആ ആയത്തിൽ തന്നെയുണ്ട് എന്താണ് മക്ക മുശ്രിക്കുകൾക്ക് പറ്റിയ അബദ്ധമെന്ന്. പക്ഷേ അദ്ദേഹം അത് ബോധപൂർവം ഒഴിവാക്കുകയാണ്, വിശദീകരിക്കാതിരിക്കുകയാണ്. അതൊന്ന് കേൾക്കൂ. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ, വലിയകളെ, രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ, അവരുടെ ന്യായം എന്താണ്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ഒരു സാമീപ്യം നൽകിത്തരാൻ വേണ്ടി, ഞങ്ങളെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവർക്ക് നേർച്ചയാക്കുന്നത്, ഇവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഇവർക്ക് നേർച്ചയാക്കുന്നത്, ഇവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഇവർക്ക് നേർച്ചയാക്കുന്നത്, ഇവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് അവർ വാദിക്കുകയുണ്ടായി. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിനെ കൂടാതെ വേറെയും രക്ഷാധികാരികളെ സ്വീകരിച്ചവർ എന്ന് ഈ ഖുർആൻ ആയത്തിൽ പരാമർശിച്ചത് മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ച കുട്ടി ദൈവങ്ങളെക്കുറിച്ചാണ്. കുട്ടി ദൈവങ്ങൾക്ക് വലിയ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് എല്ലാ സ്വാധീനങ്ങളും സഹായങ്ങളും വാങ്ങിത്തരാൻ കഴിയും, അവർ നമ്മളുടെ രക്ഷാധികാരികളാണ് എന്ന വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അവർക്ക് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട സഹായം ഭൗതിക ലോകത്താണ് കിട്ടേണ്ടത്. ആ സഹായം വലിയ ദൈവത്തിൽ നിന്ന്, അള്ളാഹു എന്ന് അവർ പേരിട്ട് വിളിച്ച വലിയ ദൈവത്തിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന ഭാഷയിൽ വാങ്ങിത്തരാനുള്ള അർഹതയും യോഗ്യതയും കഴിവും ഈ കുട്ടി ദൈവങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്, അതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തിയാൽ കാര്യങ്ങൾ നടക്കും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ശേഷം പറയുന്നു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് അള്ളാഹുവാകുന്ന വലിയ ദൈവത്തിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാനാണ്. ഇവിടെ നോക്കൂ, എത്ര കൃത്യമായി അള്ളാഹു പറഞ്ഞു, മാ നഅ്ബുദുഹും, മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് ഇന്ന ആവശ്യത്തിനാണ്. അപ്പം മക്കയിലെ മുശ്രിക്കുകൾക്ക് പറ്റിയ അബദ്ധം അവർ അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചു എന്നതാണ്. ലോകത്ത് ഒരു മുസ്ലിമും അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തെയും ആരാധിക്കുന്നില്ല. അഹ്ലുസുന്നയുടെ കാലമത്രയും ഉലമാ അള്ളാഹുയാണ് ഇലാഹ്, അവനല്ലാതെ ആരാധനക്ക് അർഹരായ ആരുമില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിക്കുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവല്ലാത്ത ഒരു ആരാധ്യനുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ മേൽ മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചതിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് കെട്ടിവെക്കുന്നത് തീർത്തും അക്രമമാണ് എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം ഒരു ഒളിച്ചുകളി നടത്തുന്നുണ്ട്. അദ്ദേഹം മാ നഅ്ബുദുഹും എന്നതിനെ ആരാധിക്കുക എന്ന് പറയാതെ പകരം വിളിച്ചു പ്രാർത്ഥിക്കുക, ഇവർക്ക് നേർച്ചയാക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഈ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന പ്രയോഗം പൊതുവെ വഹാബി മൗലവിമാരുടെ നാവിൽ സുലഭമായി ലഭിക്കുന്ന ഒരു പദമാണ്.
എന്തുകൊണ്ട്? അത് സാധാരണക്കാർക്ക് മുമ്പിൽ പറ്റിക്കാൻ പറ്റിയൊരു പദമാണത്. വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സഹായം തേടുക എന്ന അർത്ഥത്തിനും അത് ഉപയോഗിക്കാം, ആരാധിക്കുക എന്ന അർത്ഥത്തിനും ഉപയോഗിക്കാൻ പറ്റിയൊരു പദമാണ്, ദ്വയാർത്ഥ പ്രയോഗമാണത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പ്രയോഗിച്ചത് മാ നഅ്ബുദുഹും എന്നത് ആരാധനയെക്കുറിച്ച് പറഞ്ഞതാണ്. അതേസമയം അഹ്ലുസുന്ന ചെയ്യുന്നത് ആരാധനയല്ല, അവർ സഹായം ചോദിക്കാറുണ്ട്. അതേക്കുറിച്ചും വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് മലയാളത്തിൽ പറയാമെന്ന് വെച്ച് മാ നഅ്ബുദുഹും എന്ന വാക്കിന് ആ അർത്ഥം, സഹായാഭ്യർത്ഥന എന്ന അർത്ഥം ശരിയല്ല. അത് സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലവി നടത്തിയ വാചക കസർത്ത് മാത്രമാണ്. അതുപോലെ തന്നെ സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. വഹാദ യദുല്ലു അല അന്നൽ മുഖാത്തബീന എന്ന് തുടങ്ങുന്ന വരി, അതിനെ പകുതി ഭാഗം മാത്രം വിശദീകരിച്ച് ബാക്കി മൗലവി മൂടി വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് കേൾക്കൂ നിങ്ങൾ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, വഹാദ യദുല്ലു അല അന്നൽ മുഖാത്തബീന ബിഹാദൽ കലാം കാനു യഅരിഫൂന അല്ലാഹ വയുഖിറൂന ബിഹി വഹും الذين قالوا في عبادتهم للأصنام إنها تقربنا إلى الله زلفى وإنهم شفعاؤنا عند الله. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മക്കയിലെ മുശ്രിക്കുകൾക്കറിയാമായിരുന്നു ആരാണ് അള്ളാഹു എന്ന്. അവർ അത് അംഗീകരിച്ചിരുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് അള്ളാഹുവാണ് എന്ന്. അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോഴും അവർ പറഞ്ഞതെന്താണ്? ഇന്നഹാ തുഖർരിബുനാ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി. വ ഇന്നഹും ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് ഇവർ എന്നാണ് അവർ വാദിച്ചിരുന്നത്. അപ്പോൾ അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു, എല്ലാ അർത്ഥത്തിലും പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് അള്ളാഹുവാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നു. ഈ വരികളിൽ ഇമാം റാസി പറയുന്നത്, മക്കാ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നടത്തുന്ന വാക്പ്രയോഗങ്ങളിൽ, അവരുടെ മറുപടികളിൽ അവർക്ക് അള്ളാഹുവിനെ അറിയാം എന്ന രൂപത്തിലാണ് മറുപടി പറയുന്നത്. ആ വാക്കിൽ നിന്ന് അങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ലല്ലോ. അള്ളാഹുവിനെ അറിയുന്നവരും അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നവരുമാണെങ്കിൽ അതനുസരിച്ച് അവർ ഇബാദത്ത് ചെയ്യണ്ടേ അള്ളാഹുവിനെ മാത്രം? അതവർ ചെയ്യുന്നില്ല. അപ്പോൾ വാക്കും പ്രവർത്തനവും രണ്ടാണ്, വൈരുദ്ധ്യമാകുന്നു എന്ന് തെളിയിക്കാൻ ഇമാം റാസി റളിയല്ലാഹു അൻഹു നടത്തിയൊരു വിശാലമായൊരു പ്രയോഗമാണത്. ഇമാം റാസിയുടെ ഇബാറത്ത് ഇദ്ദേഹം വായിക്കുന്നിടത്ത് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇന്നഹും ശുഫആഉനാ ഇൻദല്ലാഹ്, അതുവരെ വായിച്ച് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നവരാണ് എന്ന പ്രയോഗം വരെ വായിച്ച് അവിടെ അവസാനിപ്പിക്കുകയാണ്. ശേഷമുള്ള വരി അദ്ദേഹം വായിക്കുന്നില്ല. വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ വാദം പൊളിയും. ശേഷം ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്, വക്കാനൂ യഅലമൂന അന്ന ഹാദിഹിൽ അസ്നാമ ലാ തൻഫഉ വലാ തളുറു, ഈ ബിംബങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, ഈ ബിംബങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്ന്. ഈ ബിംബങ്ങളെക്കുറിച്ച് അവർക്ക് വിശ്വാസം. അപ്പം അവർ ബിംബങ്ങളെ ആരാധിക്കുന്നതിനെക്കുറിച്ച്, ആ ആരാധനയുടെ കാരണം അവർ വിശദീകരിക്കുന്നത് അത് അള്ളാഹു എന്ന വലിയ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗം എന്ന നിലയ്ക്കാണ്. ആരാധനയാണ് അവർ ചെയ്യുന്നത്. മുസ്ലിം ലോകത്ത് അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരും ആരാധിക്കുന്നില്ല. മാത്രമല്ല ഫഇൻദ ദാലിക ഖാല ലിറസൂലിഹി അലൈഹി സലാം അഫലാ തത്തഖൂൻ, ഇത് പറഞ്ഞപ്പോഴാണ് അള്ളാഹു തആല നബി തങ്ങളോട് പറഞ്ഞത്, നബിയെ തങ്ങൾ ചോദിക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവരല്ലേ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? നിങ്ങളെ വാക്കൊന്നും പ്രവർത്തനം വേറെയൊന്നുമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കൂ നബിയെ എന്ന്. മാത്രമല്ല ശേഷം പറയുന്നത് അതാണ്, അൻ തജഅലു ഹാദിഹിൽ ഔസാന ശുറകാഅ ലില്ലാഹി ഫിൽ മഅബൂദിയ്യ മഅ ഇഅ്തിറാഫികും ബിഅന്ന കുല്ലൽ ഖൈറാത്തി ഫിദ് ദുനിയ വൽ ആഖിറ ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹി വ ഇഹ്സാനി വ ഇഅ്തിറാഫികും ബിഅന്ന ഹാദിഹിൽ ഔസാന ലാ തൻഫഉ വലാ തളുറു അൽബത്ത, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഗുണങ്ങളും ചെയ്തു തരുന്നവൻ അള്ളാഹുവാണ് എന്ന് നിങ്ങൾ തൊള്ള കൊണ്ട് പറയുകയും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ അപ്പം നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണ്ടേ? അള്ളാഹുവിനെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവരല്ലേ എന്ന് നബിയെ തങ്ങൾ അവരോട് ചോദിക്കൂ എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ അവരുടെ വാക്കൊന്നു വേറെ പ്രവർത്തനം വേറെ ഒന്നായപ്പോൾ, വൈരുദ്ധ്യമായപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിലൂടെ ഈ വിശദീകരണത്തിലൂടെ ചെയ്യുന്നത്. മാത്രമല്ല അവർ തന്നെയും പറയുന്നത് ഇബാദത്തിനെ കുറിച്ചാണ്, ബിംബങ്ങൾക്ക് ആരാധന നിർവഹിക്കുന്നതിനെ കുറിച്ചാണ്. അത് മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ഒന്നാണ്. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ അർഹതയുള്ളൂ എന്ന വിശ്വാസമാണ് ഉള്ളത്. ഇനി ഇദ്ദേഹം
മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചു വരുന്ന അവരുടെ വിശ്വാസങ്ങളും അവരാരാധിച്ചിരുന്ന ബിംബങ്ങളെ ദൈവങ്ങളെയും ഒക്കെ ഔലിയാക്കളോടും പ്രവാചകന്മാരോടും സ്വാലിഹീങ്ങളോടും സഹായം തേടുന്ന മുസ്ലിമീങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മവുമായിട്ട് കൂട്ടിക്കെട്ടാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഔലിയാക്കൾ വേണം, അമ്പിയാക്കൾ വേണം, മഹാന്മാർ വേണം. അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് അവരെ പ്രീതിപ്പെടുത്തിയാൽ, അവരുടെ ഖബറിടങ്ങളെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, അവരോട് പ്രാർത്ഥിച്ചാൽ അവർ അള്ളാഹുവിലേക്ക് ഇവരെ അടുപ്പിക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതായിരുന്നു അവർ ചെയ്ത ശിർക്ക്. നേരത്തെ ഞാൻ നടത്തിയ വിശദീകരണത്തിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് സഹായിക്കാൻ ആവശ്യമായ കഴിവ് നൽകിയ അവൻ്റെ സാലിഹീങ്ങളായ സജ്ജനങ്ങളോട് മുസ്ലിമീങ്ങൾ സഹായം തേടുകയാണ് ചെയ്യുന്നത്. അതിന് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പിൻബലമുണ്ട് എന്ന് കൃത്യമായി ഞാൻ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. അതേസമയം ഇദ്ദേഹം മക്കാ മുശ്രിക്കുകൾ നടത്തിയ ആരാധനകളെ, അവർ ലാത്തയുടെയും ഉസ്സയുടെയും പേരിലുണ്ടാക്കുന്ന പ്രതിമകൾക്ക് നടത്തുന്ന ആരാധനകളെ മുസ്ലിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസയോടും തവസ്സുലിനോടുമൊക്കെ ഏച്ചുകെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് തികച്ചും വിവരക്കേടോ അല്ലെങ്കിൽ ജനങ്ങളെ വഞ്ചിക്കലോ ആണ്. ഇനി ഇദ്ദേഹം തന്നെയും ഒരു ആയത്ത് ഓതുമ്പോൾ അറിയാതെ മക്കാ മുശ്രിക്കുകൾ ചെയ്യുന്നത് ആരാധനയാണ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്ന് കേൾക്കൂ നിങ്ങൾ. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്യുന്നു മാലാ യദുർറുഹും വലാ യൻഫഉഹും, ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തവർക്ക്. വയഖൂലൂന, അവർ പറയുന്നു, ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്. കണ്ടോ നിങ്ങൾ? അപ്പോൾ അള്ളാഹുവിന് പുറമെ അവർ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്തിരുന്നു. ഇതാണ് അവരുടെ ഷിർക്ക്. ഇത് കൃത്യമായി അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞു പോവുകയാണ്. അപ്പം മുശ്രിക്കുകൾക്ക് പറ്റിയ അബദ്ധം അതാണ്, അബൂജഹലിന് പറ്റിയ അബദ്ധം അതാണ്. അവർ അള്ളാഹുവിന് പുറമെ മറ്റു ഇലാഹുകളെയും ആരാധിച്ചു, ഇബാദത്ത് ചെയ്തു. അതുകൊണ്ട് അത് ബഹുദൈവാരാധനയായി, അത് ഷിർക്കാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പഠിപ്പിച്ചത്. ഇതിനെതിരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. ആ ഷിർക്കും നബിത്തങ്ങളുടെ ഭാഗത്തുള്ള തൗഹീദും തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയത്. ഈ രൂപത്തിൽ ബഹുദൈവ വിശ്വാസികൾക്ക് എതിരെ ഇറങ്ങിയ ഇത്തരം ആയത്തുകൾ ലോക മുസ്ലിമീങ്ങൾ നടത്തുന്ന, തൗഹീദ് അംഗീകരിക്കുന്നവർ നടത്തുന്ന ഇസ്തിഗാസയോടും തവസ്സുലിനോടും കൂട്ടിക്കെട്ടുന്നത് തികച്ചും അക്രമമാണ്. ഇനി നോക്കൂ, തവസ്സുലിനെയും ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ബദരീങ്ങളെ വിളിച്ച് തവസ്സുൽ ചെയ്യാൻ പാടില്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അഥവാ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അവരോട് സഹായം ചോദിക്കുകയാണല്ലോ. തവസ്സുൽ എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ ഇടനിലക്കാരാക്കി അള്ളാഹുവിനോട് ചോദിക്കലാണല്ലോ തവസ്സുൽ. അതും ബിദ്അത്താണ്, പാടില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. കേൾക്കൂ. ചില ആളുകൾ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ സഹായിക്കണേ, അങ്ങനെ പറയൽ ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ദുആഇൻ്റെ രീതി, ഒരു പ്രാർത്ഥനയുടെ രീതി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബികളാരും അങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന രൂപത്തിലുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനാ രൂപം അത് ബിദ്അത്താണ്. നോക്കൂ നിങ്ങൾ, തവസ്സുൽ ചെയ്യുന്നത് ബിദ്അത്താണ് എന്ന പിഴച്ച വാദം ഇബ്നു തൈമിയ്യയാണ് ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത്. പരിശുദ്ധമായ ഖുർആൻ തന്നെയും തവസ്സുലിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 89-ാമത്തെ ആയത്ത്, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മാ ജാഅഹും മാ അറഫു കഫറു ബിഹി ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. കൃത്യമായി തവസ്സുലിനെ കുറിച്ച് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. പൂർവീക സമൂഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തവരായിരുന്നു. അവർ വക്കാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, സത്യനിഷേധികൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാനിരിക്കുന്ന പ്രവാചകനെ കൊണ്ട് അവർ മുൻകൂട്ടി തവസ്സുൽ ചെയ്ത് അള്ളാഹുവിനോട് വിജയത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്താണ് അവരുടെ ദുആ? ആ ദുആ മഹാനായ ഇമാം അബൂ സഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അല്ലാഹുമ്മ അൻസുർനാ ബിൻ നബിയിൽ മബ്ഊസ് ഫീ ആഖിറിസ് സമാൻ. അവരതാ പറഞ്ഞിരുന്നത്, അന്ത്യനാളിൽ വരാനിരിക്കുന്ന പ്രവാചകനെ കൊണ്ട്
നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ എന്ന് അവർ ദുആ ചെയ്തിരുന്നു. ഇത് ഖുർആൻ അംഗീകരിക്കുകയാണ്. അപ്പോൾ പൂർവ്വ സമൂഹങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ ഇത് ബിദ്അത്താണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് പഠിപ്പിച്ചിട്ടില്ല. പൂർവീകർ ഇബ്നു തൈമിയ്യ വരെയുള്ള സ്വഹാബികളും താബിഈകളും സലഫ് സാലിഹീങ്ങളും പൂർവീകരാരും ഇങ്ങനെ ഒരു പിഴച്ച വാദം, മഹാന്മാരോട് സഹായം തേടുന്നതും മഹാന്മാരോട് തവസ്സുൽ ചെയ്യുന്നതും അത് പിഴച്ചതാണ് എന്ന് ആരും ഇതുവരെ ഇബ്നു തൈമിയ്യൻ്റെ മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന ഈ വാദം ബിദ്അത്താണ്, അത് പിഴച്ചതാണ്. മാത്രമല്ല ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട്, മഹാന്മാരായ ശുഹദാക്കളെ കൊണ്ട്, സാലിഹീങ്ങളെ കൊണ്ട്, പ്രവാചകന്മാരെ കൊണ്ട് തവസ്സുലും ഇസ്തിഗാസയും നടത്തണം എന്നാണ് ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഅ്ലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു വത്തശഫഉ ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റബ്ബിഹി സുബ്ഹാനഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധ്യവർത്തിയാക്കി അള്ളാഹുവിനോട് നിങ്ങൾക്ക് തവസ്സുൽ ചെയ്യാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. നബി തങ്ങൾ വഫാത്തായി കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇമാം സുബിക്കി തങ്ങൾ ഇത് പറയുന്നത്. തങ്ങളോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. അത് അനുവദനീയമാണ്, അത് നല്ലതുമാണ് എന്നല്ല. വജവാസു ദാലിക വഹസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീൻ. മതമുള്ള ആർക്കും അറിയാം ഇത് അനുവദനീയമാണ്, അത് നല്ലതാണ്. ആ പ്രവാചകന്മാരോട് സഹായം ചോദിക്കാം, അവരെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പിന്നെ അൽ മഅറൂഫത്ത് മിൻ ഫിഇലിൽ അംബിയാഇ വൽ മുർസലീൻ, കഴിഞ്ഞുപോയ അംബിയാക്കൾ മുർസലീങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെയും ഇതറിയപ്പെട്ടിട്ടുണ്ട്. വസിയരി സലഫി സ്വാലിഹീന വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ, മുൻകഴിഞ്ഞുപോയ സലഫ് സ്വാലിഹികൾ പൂർവീകരെല്ലാം ഇങ്ങനെ സഹായം ചോദിച്ചവരാണ്, പൂർവീകർ തവസ്സുൽ ചെയ്തവരാണ്. മാത്രമല്ല വലം യുൻകിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാൻ, മതമുള്ളവരാളും അതിനെ നിഷേധിച്ചിട്ടില്ല. വലാ സുമിഅ ബിഹി ഫീ സമനിൻ മിനൽ അസ്മാൻ, ഒരു കാലത്തും അതിനെതിരായ ഒരു വാദം ഒരു ആലിമും കൊണ്ടുവന്നിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യ വരുന്നത് വരെ. ഇബ്നു തൈമിയ്യ ഫതകല്ലമ ഫീ ദാലിക ബികലാമിൻ യുലബ്ബിസു ഫീഹി അല ദുഅഫാഇൽ ലഗ്മാർ, ഈമാൻ കുറഞ്ഞ ദുർബലരായ സാധാരണക്കാരുടെ വിശ്വാസത്തെ വസ്വാസാക്കുന്ന രൂപത്തിലെ ചില വർത്തമാനങ്ങളൊക്കെ ഇബ്നു തൈമിയ്യ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. വബതദഅ മാ ലം യുസ്ബഖ ഇലൈഹി ഫീ സായിറിൽ അഅ്സാർ, ഒരു കാലത്തും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ലാത്ത, ഒരു ഇമാമും പറഞ്ഞിട്ടില്ലാത്ത, ഒരു സ്വഹാബിയും പറഞ്ഞിട്ടില്ലാത്ത, ഒരു താബിഈയും പറഞ്ഞിട്ടില്ലാത്ത, ഒരു സച്ചരിതരും പറഞ്ഞിട്ടില്ലാത്ത പല പിഴച്ച അബദ്ധമായ വാദങ്ങൾ ഇബ്നു തൈമിയ്യ കൊണ്ടുവന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുയായികളും കൊണ്ടുവന്നിട്ടുണ്ട്. അതുവരെ ഒരാളും ലോകത്ത് തവസ്സുലിനെതിരെ, ഇസ്തിഗാസക്കെതിരെ, ജീവിച്ചിരിക്കുന്നവരോ മൺമറഞ്ഞവരോ ആയ സച്ചരിതരോട് സഹായം തേടുന്നതിനെതിരെ ആരും സംസാരിച്ചിട്ടില്ല എന്ന് കൃത്യമായി ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു, ലോക പണ്ഡിതനായ ഇമാം സുബിക്കിയാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. മാത്രമല്ല, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ ബദരീങ്ങൾ അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയും. അവർക്കതിനാവശ്യമായ കഴിവ് അള്ളാഹു കൊടുത്തതാണ്. അവരങ്ങ് മരിച്ചുപോയി എന്ന് അവരെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കരുത്. പരിശുദ്ധ ഖുർആൻ തന്നെയും പറഞ്ഞത് ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾ, അവരെക്കുറിച്ച് അവർ മരിച്ചവരാണ് എന്ന് ഒരിക്കലും നിങ്ങൾ ധരിച്ചു പോകരുത്. ബൽ അഹ്യാഉൻ, അവർക്ക് ജീവനുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഖബറിൽ അവർക്ക് ജീവനുണ്ട്. ജീവനുണ്ടെങ്കിൽ അവർക്ക് അന്നം വേണം, ഭക്ഷണം വേണം. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരുടെ രക്ഷിതാവ് കൃത്യമായി അവർക്ക് റിസ്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നുമുണ്ട് എന്ന്. ജീവിച്ചിരിക്കുന്നവരാണ് രക്തസാക്ഷികൾ എന്ന് പരിശുദ്ധ ഖുർആൻ ഒരാൾക്കും ഖണ്ഡിക്കാൻ കഴിയാത്ത വിധം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങൾ, ശുഹദാക്കൾ, അതുപോലെ മറ്റു സാലിഹീങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു അവർക്ക് നൽകിയ കഴിവ് ഉപയോഗപ്പെടുത്തി അവർ നമ്മെ സഹായിക്കും. അള്ളാഹു തആല മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട്, അവൻ്റെ സച്ചരിതരായ സാലിഹീങ്ങളെ കൊണ്ട്, പ്രവാചകന്മാരെ കൊണ്ട് നമ്മെ അള്ളാഹു നന്നാക്കി തെരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.